വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഹെരോദാ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദാ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേമും ഒക്കെയും ഭ്രമിച്ച് ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്നവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദിയയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദിയ ദേശത്തിലെ ബേത്ലഹേമി, നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹൂദിയ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്ന് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന യേശുവിൻ്റെ ജനന പെരുന്നാളായ ക്രിസ്മസ് ആഘോഷിക്കുന്നതിനായി നാം എല്ലാവരും ഒരുങ്ങുന്ന വേളയാണല്ലോ ഈ നാളുകൾ. പാപഭാരം മൂലം തകർന്നടിഞ്ഞ മനുഷ്യവംശം ഒരു രക്ഷകനെ കാത്തിരിക്കുകയായിരുന്നു. പാപങ്ങളിൽ നിന്നും മോചനം നൽകി തങ്ങൾക്ക് ശാന്തിയും സമാധാനവും നൽകുന്ന ഒരു രക്ഷകനെ. മനുഷ്യവംശത്തിനു വേണ്ടി താൻ ഒരു രക്ഷകനെ അയക്കുമെന്ന് ദൈവം പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തിരുന്നു. ദൈവത്തിൻ്റെ ഈ വാഗ്ദാനമാണ് മനുഷ്യവംശത്തിന് പ്രതീക്ഷ നൽകിയത്. മനുഷ്യരുടെ ആ പ്രതീക്ഷ വെറുതെ ആയില്ല. സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവത്തിൻ്റെ പുത്രൻ ബേത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ അവതരിച്ചു. അപ്പോൾ ആ മഞ്ഞണിഞ്ഞ രാത്രിയിലെ ആകാശത്തിൽ മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ദൈവപുത്രനായ യേശു ബേത്ലഹേമിൽ പിറന്നപ്പോൾ തന്നെ തേടിയെത്തിയവർക്ക് അവിടുന്ന് ശാന്തിയും സമാധാനവും മറ്റനുഗ്രഹങ്ങളും നൽകി. ഇന്നും തന്നെ തേടിയെത്തുന്നവർക്ക് ഇവ നൽകിക്കൊണ്ടേയിരിക്കുന്നു. ദൈവം മനുഷ്യവംശത്തിന് നൽകിയ ഏറ്റവും വിശിഷ്ടമായ സമ്മാനമാണ് അവിടുത്തെ പുത്രനായ യേശു. യേശു ക്രിസ്തു സ്നേഹത്തിൻ്റെ പൂർണ്ണ സ്വരൂപമാണ്. അപാരമായ ഒരു കാരുണ്യത്തിൻ്റെയും അനന്തമായ ക്ഷമയുടെയും സ്വർഗീയമായ ശാന്തിയുടെയും പ്രതീകമാണ് ആ നാമം. പൗർണമി രാത്രിയിൽ ശാന്തമായ തടാകത്തിൽ ചന്ദ്രൻ എങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുവോ അതുപോലെ ജീവിതത്തിൻ്റെ പൂർണ്ണതയും സൗന്ദര്യവും യേശുവിൻ്റെ ഹൃദയത്തിലും തെളിഞ്ഞു കാണാൻ സാധിക്കും. 2000-ഓളം കൊല്ലം തലമുറകളായി ജനങ്ങൾ യേശുദേവന്റെ പാവന ചരിതത്തിൽ ആശ്വാസം കൊള്ളുന്നു. ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതമാണ് യേശു നയിച്ചിരുന്നത്. അളവറ്റ വിനയവും മഹത്തായ ആജ്ഞാശക്തിയും യേശുവിനുണ്ടായിരുന്നു. സ്നേഹമാണ് ജീവിതത്തെ നയിക്കുന്ന മഹാശക്തിയെന്ന് ക്രിസ്തു മനുഷ്യരെ ഉപദേശിച്ചു. പ്രിയരെ, ക്രിസ്തുവിൻ്റെ ജനനത്തിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന ഈ കാലയളവിൽ യേശുവിനെ പോലെ കാരുണ്യം, ക്ഷമ, വിനയം, സ്നേഹം എന്നിവ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. കനിവിൻ കടലേ, അറിവിൻ പൊരുളെ, ചൊരിയൂ ചൊരിയൂ അനുഗ്രഹങ്ങൾ. കനിവിൻ കടലേ, അറിവിൻ പൊരുളെ, ചൊരിയൂ ചൊരിയൂ അനുഗ്രഹങ്ങൾ. നിൻ മുന്നിൽ വന്നിതാ നിൽപ്പൂ ഞങ്ങൾ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. നിൻ മുന്നിൽ വന്നിതാ നിൽപ്പൂ ഞങ്ങൾ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ,
കരുണ നിറഞ്ഞവനേ